2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുച്ചക്ര വാഹന വിതരണവും ജോബ് ഫെയറും സംഘടിപ്പിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പെരളശ്ശേരി, ചെമ്പിലോട്, കൊളച്ചേരി, കടമ്പൂർ എന്നീ പഞ്ചായത്തുകളിലെ 9 ഭിന്നശേഷിക്കാർക്കാണ് മുച്ചക്ര വാഹനം നൽകിയത്. വിജ്ഞാന കേരളം തൊഴിലധിഷ്ഠിത പദ്ധതിയുടെ ഭാഗമായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന 3ാമത്തെ പ്ലേസ്മെന്റ് ഡൈവ് ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ മേലേക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടും വരുമാനമാർഗം ഉണ്ടാക്കാനും അവർക്ക് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താനും പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തും എല്ലാ വർഷവും മുച്ചക്ര വാഹനങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, അവർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം നൽകുന്നുണ്ട്. അതെല്ലാം ഫണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വകയിരുത്തുന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു അധ്യക്ഷനായി. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12,20,000 രൂപ വകയിരുത്തുകയും 9,54,000 ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. 21 വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങളിലായി 95 ഒഴിവുകളിലേക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം 3ാമത്തെ പ്ലേസ്മെന്റ് നടത്തിയത്. 100ഓളം ഉദ്യോഗാർത്ഥികൾ ജോബ് ഡ്രൈവിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KV പ്രസീത, നിർവഹണ ഉദ്യോഗസ്ഥ M രജനി, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ബിന്ദു, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മോഹൻ മൂത്തേടം, OC ബിന്ദു, മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KV ജയരാജൻ, ഹാരിസ് പടന്നോട്ട്, കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗിരീശൻ, കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ഷമീമ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുനീഷ്, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M മോഹനൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് KP ബാലഗോപാലൻ, ജോയിന്റ് BDO ശ്രീ TV രഘുവരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, ചക്രക്കൽ.